Hello, welcome to Vedantu Malayalam. അപ്പം നമ്മുടെ +1 ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിവിംഗ് വേൾഡ് അടിപൊളിയായിട്ട് ലൈവിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള 15 ഷോർട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു 15 ഉറപ്പുള്ള ചോദ്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ is. എന്താണ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ? അപ്പൊ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ. അതായത് ടാക്സോൺ, സ്പീഷീസ്, ജീനസ് ആൻഡ് സെൽ. അപ്പൊ ഇതിൽ എന്താണ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ? നമുക്കറിയാലോ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താ? ദാറ്റ് ഇസ് ടാക്സോൺ. അപ്പൊ സ്പീഷീസും ജീനസും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതാന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. Next question, rearrange the following taxonomic categories in the correct sequence. അപ്പൊ നമുക്ക് ഓൾറെഡി ടാക്സോണമിക് ഹയറാർക്കിയും അതിൽ എങ്ങനെയാണ് കാറ്റഗറീസിന്റെ ഓർഡർ എന്നും അറിയാം. നമ്മൾ അതിനൊരു കോഡ് പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അത് ആദ്യം എഴുതാം. ഓക്കെ, അത് തന്നെയാണല്ലോ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ആരോ മാർക്ക് ഇതാ ഇങ്ങനെയാണ്. സോ നിങ്ങൾ എഴുതേണ്ടത് എന്ത് ഓർഡറിലാണ്? അസെൻഡിങ് ഓർഡറിലാണ്. സോ ഫസ്റ്റ് കംസ് കിങ്ഡം, then phylum, then class, then order, then family, then genus, then species. KPC of GS. Okay, അപ്പൊ ascending order കറക്റ്റ് സീക്വൻസിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICZN stands for. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ICZN ആണെങ്കിലും ICBN ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഫുൾ ഫോം നിങ്ങൾ എന്തായാലും പഠിക്കണം. അപ്പൊ ICZN ഫോർ ആനിമൽസ് ആൻഡ് ICBN ഫോർ പ്ലാന്റ്സ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ICZN ഫുൾ ഫോം ആണ് ചോദിച്ചത്. എന്താണത്? 4 ഓപ്ഷൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആൻസർ മനസ്സിലായി. ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ, ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ. പക്ഷെ ICBN ആണെങ്കിൽ എന്താ വരിക? ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ അല്ലെ. ഇതൊരു ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചറും പക്ഷെ ഇവിടെ ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചറും ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രൊപ്പോസ്ഡ് ബൈ. ആരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്തത്? നമ്മുടെ ഫാദർ ഓഫ് ടാക്സോണമി അല്ലെ, ദാറ്റ് ഈസ് കാർൽ ലിനേയസ് അല്ലെ. നമ്മുടെ കാർൽ ലിനേയസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും 2 ഓർഗാനിസത്തിന് തന്നിട്ടുണ്ട്. ശരിയാക്കി എഴുതുക. അതിൽ നമ്മൾ എഴുതേണ്ടത് ഹൗസ് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം ആണ്. ഓക്കെ, ഹൗസ് ഫ്ലൈയുടെ സയന്റിഫിക് നെയിം നമുക്ക് അറിയാം. എന്താണത്? മസ്ക ഡൊമസ്റ്റിക്ക അല്ലെ. മസ്ക ഡൊമസ്റ്റിക്ക. ഇവിടെ തന്നിരിക്കുന്ന മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ സയന്റിഫിക് നെയിം ഓഫ് മാംഗോ അല്ലെ. ഇറ്റ് ഈസ് എ സയന്റിഫിക് നെയിം ഓഫ് മാംഗോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ഓൺ ദ ബേസിസ് ഓഫ് ടാക്സോണമി ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പൊ ഇവിടെ നമുക്കൊരു 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതില് ടാക്സോണമിയുടെ ബേസിൽ ഇതിൽ ചേരാത്തതിനെ നമ്മൾ എടുത്ത് ഒഴിവാക്കുക, അതിന്റെ കാരണം വ്യക്തമാക്കുക. ഫാമിലി ആയിക്കോട്ടെ, ഓർഡർ ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, ഫൈലം ആയിക്കോട്ടെ, ഇതൊക്കെ ടാക്സോണമിക്കൽ കാറ്റഗറീസിൽ വരുന്നതാണ് അല്ലെ. ടാക്സോണമിക്കൽ കാറ്റഗറീസിൽ വരുന്നതാ. പക്ഷെ ഹെർബേറിയം എന്ന് പറയുന്നത് ഒരു ടാക്സോണമിക്കൽ എയ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഓഡ് വൺ ഹെർബേറിയം ആണ്. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ഇസ് എ ടാക്സോണമിക്കൽ എയ്ഡ് ആൻഡ് അതേഴ്സ് ആർ ടാക്സോണമിക്കൽ കാറ്റഗറീസ്. ഓക്കെ അല്ലേ? സെറ്റ് ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളെ ബൈനോമിയൽ നോമൻക്ലേച്ചറിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ തന്നിരിക്കുന്ന റൂൾസിൽ അണ്ടർലൈൻഡ് പോർഷനിൽ എന്തൊക്കെയോ തെറ്റുണ്ട്. അത് തിരുത്തി ശരിയായത് എഴുതണം. നോക്കിക്കേ, ഫസ്റ്റ് വേർഡ് ഇൻ എ ബയോളജിക്കൽ നെയിം റെപ്രസെന്റ് സ്പീഷീസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല, തെറ്റാണ്. എപ്പോഴും ഒരു ബയോളജിക്കൽ നെയിമിന്റെ ഫസ്റ്റ് വേർഡ് എന്തായിരിക്കും? ജീനസ് ആയിരിക്കും അല്ലെ. ജീനസ് ഓൾവേസ് ബിഗിൻസ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് ജീനസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. തെറ്റാണ്. സെക്കൻഡ് വേർഡ് എന്തായിരിക്കും എടാ? സെക്കൻഡ് വേർഡ് ഇസ് സ്പീഷീസ് അല്ലെ. സ്പീഷീസ് ഓൾവേസ് ബിഗിൻസ് വിത്ത് സ്മോൾ ലെറ്റർ. ശരിയാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്റ്റുഡന്റ് പ്ലേസ്ഡ് മാൻ ആൻഡ് ഹൗസ് ഫ്ലൈ ഇൻ ദി ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റുഡന്റ് ഒരു ടേബിളിൽ മാനിന്റെയും ഹൗസ് ഫ്ലൈന്റെയും ടാക്സോണമിക്കൽ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ചിലതൊക്കെ തെറ്റാണ്. ആ തെറ്റ് നമ്മളോട് തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്. മാനിന്റെ സ്പീഷീസ് നെയിം സാപ്പിയൻസ്. ശരിയാണ്. ജീനസ് ഹോമോ. ശരിയാണ്. ഫാമിലി പ്രൈമേറ്റ് ആണോ? ഫാമിലി ഇയിൽ അവസാനിക്കണം. അപ്പൊ പ്രൈമേറ്റ് അല്ല. ശരിക്കും പ്രൈമേറ്റ എന്ന് പറയുന്നത് മാനിന്റെ ഓർഡറും ഹോമിനിഡേ എന്ന് പറയുന്നത് മാനിന്റെ ഫാമിലിയും ആണ്. ക്ലാസ് മെമേലിയ. ശരിയാണ്. ഹൗസ് ഫ്ലൈയുടെ നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക്ക സ്പീഷീസ് നെയിം ശരിയാണ്. ജീനസ് മസ്ക ശരിയാണ്. ഫാമിലി മസിഡ ശരിയാണ്. പക്ഷേ ഓർഡർ ഡിപ്റ്ററയാണ്.
ക്ലാസ് ഇൻസെക്റ്റ് ആണ്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്, അത് ശരിയാക്കി എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ ചെയ്താൽ നമുക്ക് അവിടെ ഒരു മാർക്ക് വീണു. അടുത്തത് സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ടാക്സോണമിക് ഹയറാർക്കി. അപ്പൊ ഇതിൽ ശരിയായ സീക്വൻസ് നമ്മൾ തിരഞ്ഞെടുക്കണം. മക്കളെ നോക്കിക്കേ, 4 എണ്ണം കണ്ട ഒരുപോലെ ഉണ്ട്. പക്ഷെ നമ്മളെ കോഡ് വെച്ചിട്ട് നോക്കാം. കെ പി സി ഓഫ്, എഫിന് പകരം ജി വന്നു, ഫസ്റ്റ് ഓപ്ഷൻ റോങ്. കെ പി സിക്ക് പകരം ഒ വന്നു, സെക്കൻഡ് ഓപ്ഷൻ റോങ്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, കെ പിക്ക് പകരം സി വന്നു, ഇതും റോങ് ആണ്. തേർഡ് വൺ ഇസ് കെ പി സി ഓഫ് ജി എസ്, ശരിയാണ്. സോ കറക്റ്റ് സീക്വൻസ് ഇസ് സി. അടുത്തത് അലൈൻ ദ ടാക്സോണമിക്കൽ കാറ്റഗറീസ് ഇൻ ദ അസെൻഡിങ് ഓർഡർ എന്നാണ് പറഞ്ഞത് അല്ലെ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ചെറുതുനിന്ന് വലുതിലേക്കാണ് വരുന്നത്. സോ ആരോ മാർക്ക് ഇങ്ങനെയാണ് വരിക. ഓക്കെ, കെ പി സി ഓഫ് ജി എസ്, അതായത് the lowest taxonomous species and highest taxonomous kingdom. അപ്പൊ എപ്പോഴും ഇവിടെ ഓർഡർ വരേണ്ടത് സ്പീഷീസിൽ നിന്ന് കിങ്ഡത്തിലേക്കാണ്. സെറ്റ് ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ യൂസിങ് സ്യൂട്ടബിൾ ടേംസ്. അപ്പൊ നമുക്ക് ഇവിടെ മാനിന്റെ ടാക്സോണമിക്കൽ കാറ്റഗറീസ് ആണ് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഫിൽ ചെയ്യണം. മാന്റെ ജീനസ് എന്താടാ? ഇറ്റ് ഇസ് ഹോമോ അല്ലെ. സ്പീഷീസ് സാപ്പിയൻസ്, ക്ലാസ് മമേലിയ, ഫൈലമസ് കോർഡേറ്റ. ഫൈലം എന്താണ്? കോർഡേറ്റയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈൻ്റെ സയന്റിഫിക് നെയിം തന്നിട്ടുണ്ട്. നമ്മളോട് ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരൊറ്റൊന്ന് നിങ്ങൾ നോക്കുക. ജനറിക് നെയിം, അതായത് പാന്തറ ക്യാപിറ്റൽ പിയിലും അതേപോലെ സ്പെസിഫിക് എപ്പിത്തറ്റ് ലിയോ സ്മോൾ എല്ലിലും ആണെങ്കിൽ അതാണ് ശരി ഉത്തരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിയും സിയും ഡിയും തെറ്റാണ്. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. കാരണം ഇവിടെ പി ക്യാപിറ്റൽ ആണ്, എൽ സ്മോൾ ലെറ്റർ ആണ്. ബാക്കിയൊക്കെ തെറ്റാണ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ, പാന്തറ ലിയോ. നെക്സ്റ്റ് വൺ, ഗീവ് സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ ഗിവൻ കാറ്റഗറി. അപ്പൊ ഇവിടെ സ്പീഷീസ്, ഓർഡർ, ക്ലാസ്, ജീനസ്, ഫാമിലി ഒക്കെ തന്നിട്ടുണ്ടല്ലേ. അപ്പൊ ഇതെല്ലാം നമുക്കറിയാം എന്താണ്, ഇതൊക്കെ ടാക്സോണമിക്കൽ കാറ്റഗറീസ് ആണ്. നമുക്ക് അറിയാം ടാക്സോണമിക്കൽ കാറ്റഗറീസ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് അണ്ടർ ടാക്സോണമിക്കൽ ഹയറാർക്കി അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ ടാക്സോണമിയിലാണ് ഇതെല്ലാം വരുന്നത്. അതാണ് നിങ്ങൾ ഇവിടെ ടൈറ്റിൽ ആയിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, rearrange the following in correct taxonomic hierarchical sequence. അപ്പൊ ഇത്രയും നേരം നമ്മൾ കെ പി സി ഓഫ് ജി എസ് വെച്ച് രക്ഷപ്പെട്ടല്ലേ. പക്ഷെ ഇവിടെ മാനിന്റെ കറക്റ്റ് ടാക്സോണമിക്കൽ ഹയറാർക്കി എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ ഇല്ലേ, അത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. മാന്, ഹൗസ് ഫ്ലൈ, മാംഗോ, വീറ്റ് ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ നമുക്ക് സ്പീഷീസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സോ സാപ്പിയൻസ് ആണ് സ്പീഷീസ്. സോ ഇറ്റ് ഇസ് 1. ജീനസ് ഹോമോ ആണ് അല്ലെ, കെ പി സി ഓഫ് ജി എസ്. പിന്നെ വരുന്നത് ഫാമിലി, ഹോമിനിഡേ. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? കെ പി സി ഓഫ് ജി എസ്. അടുത്തത് ഓർഡർ ആണ് വരുന്നത് അല്ലേ. സോ പ്രൈമേറ്റ ഓർഡർ ആൻഡ് മമേലിയ ക്ലാസ്, ഫൈലമസ് കോർഡേറ്റ. അതാണ് 6. അപ്പൊ കറക്റ്റ് സീക്വൻസ് ആക്കി നിങ്ങൾ എഴുതണം. അതേപോലെ ഓർഡർ മാറാതിരിക്കുക, അസെൻഡിങ് ഓർഡർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫോർ ദ ഗിവൺ പ്ലേസ്. അപ്പൊ നമുക്ക് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് മാനിന്റെ സയന്റിഫിക് നെയിം ആണെന്ന് അറിയാം. അപ്പോൾ മസ്ക ഡൊമസ്റ്റിക്ക എന്ന് പറയുന്നത് ആരുടെ സയന്റിഫിക് നെയിം ആണ്? ഇറ്റ് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ. ഇറ്റ് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ. അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നമ്മൾ ഒരു 10 മിനിറ്റ് കൊണ്ട് 15 ഷുവർ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് ഏത് ചോദ്യം വന്നാലും അടിപൊളിയായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അപ്പൊ നമ്മുടെ നോട്ട്സ് കിട്ടണമെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. QR കോഡ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ എന്ത് തന്നിട്ടുണ്ട്, നമ്മുടെ ലിങ്ക് തന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വേദാന്തു മലയാളം ചാനലിന്റെ ടെലഗ്രാം മെമ്പർ ആവുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എടാ മക്കളെ ഒന്നേ പറയാനുള്ളൂ, ഒന്ന് പെട്ടെന്ന് തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇനി അങ്ങോട്ടേക്ക് എല്ലാ ബയോളജിയുടെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. PYQ, മൈൻഡ് മാപ്പ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പർ ആവാത്തവർ പെട്ടെന്ന് തന്നെ ഫാമിലി മെമ്പർ ആവുക. സോ സീ യു നെക്സ്റ്റ് ടൈം. ടാറ്റാ.